മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ എല്ലാം തന്നെ മാവോയിസ്റ്റ് മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശക്തമായ നിർദ്ദേശമാണ് ഈ മാവോയിസ്റ്റുകളെ എല്ലാം തന്നെ തുടച്ചു നീക്കുന്ന പദ്ധതിക്ക് ശക്തിയേകുന്നത്. അപ്പോൾ എന്താണ് മാവോയിസ്റ്റുകൾ എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പൻ തീവ്രവാദികളാണ്, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളാണ് എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവും നമുക്കുണ്ടാവില്ല. കാരണം പണ്ട് തൊട്ടേ കേരളത്തിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ വർഗീസിനെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല, നക്സൽ വർഗീസിനെയൊക്കെ. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റുകൾ ശക്തമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം തകർന്നു പോയി. കേരളത്തിൽ അവശേഷിച്ച മാവോയിസ്റ്റുകളെല്ലാം തന്നെ കീഴടങ്ങി പലരും വെടിവയ്പ്പിൽ മരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ മധ്യ ഇന്ത്യയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്ന. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങി ഈ പറയുന്ന ഒഡീസ അടക്കമുള്ള മേഖലകൾ ചേരുന്ന ഒരു പ്രദേശമുണ്ട്, ദണ്ഡകാരണ്യ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ആ മേഖലയിൽ ഇവർ വലിയ ശക്തമായിട്ടുള്ള സാന്നിധ്യമായി, സായുധ ഗ്രൂപ്പുകളായി ഇവർ നിലനിന്നിരുന്നു. അത് തുടക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തുടക്കം നമ്മുടെ ഉത്തരേന്ത്യയുടെ കിഴക്കൻ ഭാഗമായിട്ടുള്ള ഡാർജിലിംഗ് മുതൽ ഏതാണ്ട് വയനാട് വരെ നീണ്ടു കിടന്നിരുന്ന ഒരു ചുവപ്പൻ ഇടനാഴി, അതായത് റെഡ് കോറിഡോറാണ് ഉണ്ടായിരുന്നത്. ആ റെഡ് കോറിഡോറിനെ പൂർണ്ണമായും തകർത്ത് ഇപ്പോൾ അങ്ങിങ്ങി മാത്രമായി ഇവർ ഒതുങ്ങിയിരിക്കുകയാണ്. ആ ഒതുങ്ങിയ മാവോയിസ്റ്റുകളെ കൂടി തീർക്കാനായിട്ട് ഇല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ നിർദ്ദേശത്തിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ചുവപ്പൻ കോറിഡോർ ഇപ്പോഴാണ് ഒരുവിധം ഒന്ന് ക്ലീനായി നല്ല രീതിയിലൊക്കെ മാറി. ആയുധമില്ലാത്ത, വെടിവെച്ചകളില്ലാത്ത കാടുകളും ഈ പറയുന്ന ആദിവാസി മേഖലകളൊക്കെ ആയിട്ട് മാറിയത്. പക്ഷേ ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്ക് ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു. ഇവരുടെ 2010-11 സമയത്ത് മാവോയിസ്റ്റുകൾ അതിശക്തമായി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ആ സമയത്ത് ഏതാണ്ട് ഇന്ത്യയുടെ 1/5 ഇവരുടെ പിടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വലിയൊരു ഭീകര സാന്നിധ്യമാണ് ഇന്ത്യക്കകത്തുണ്ടായിരുന്നതെന്ന്. അന്ന് ചില മാധ്യമങ്ങളൊക്കെ എഴുതിയിരുന്നു, മധ്യ ഇന്ത്യ കാശ്മീരിനേക്കാൾ കൈവിട്ട നിലയിലാണ് എന്നുള്ളത്. കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനത്തേക്കാൾ കൈവിട്ട നിലയിലാണ് എന്നുള്ളത്. നോർത്ത് ഈസ്റ്റേൺ മേഖലകളിൽ നമുക്കറിയാം, ഈ പറയുന്ന 7 സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതിനെയൊക്കെ 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാത്തിനെയും തുടച്ചു നീക്കി. ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സായുധ ഗ്രൂപ്പുകളെല്ലാം ഒതുങ്ങി, പലരും ആയുധം വെച്ച് കീഴടങ്ങി, പലരും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറുകയും ആ സായുധ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് മാവോയിസ്റ്റുകൾ തുടർന്നു. ഈ മാവോയിസ്റ്റുകളുടെ കഥയെന്ന് പറയുന്നത് 1967 തുടങ്ങുന്നതാണ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലാ കമ്മിറ്റി CPM-ഉമായിട്ട്, CPM ആണല്ലോ അവിടുത്തെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്, അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ശക്തി കേന്ദ്രമാണ് CPM ബംഗാൾ. ആ ബംഗാളിലെ ഒരു ജില്ലാ കമ്മിറ്റി, ചാരു മജുംദാർ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിപ്ലവ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് CPM-ൽ നിന്ന് അടർന്നു മാറി വിഭാഗീയതയുടെ, CPI-യിൽ നിന്ന് എങ്ങനെ CPM മാറിയോ അതുപോലെ ഒരു പാർട്ടി രൂപീകരിച്ച് അവർ മാറിയാണ്. CPIML എന്നാണ് അതിനവർ പേരിട്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. അന്ന് ലെനിൻ്റെ ആവേശമായിരുന്നു അവർക്കെല്ലാം. സോവിയറ്റ് യൂണിയനിൽ നടന്ന പോലെ വിപ്ലവം, സായുധ വിപ്ലവം, അല്ലെങ്കിൽ ചൈനയിൽ നടന്നതുപോലുള്ള സായുധ വിപ്ലവം നടത്തി അധികാരം പിടിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താർ തുടങ്ങിയ നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിലാണ് വലിയ തോതിൽ പോലീസ് സ്റ്റേഷനുകളൊക്കെ ആക്രമിച്ച് ഒരു വിപ്ലവ പ്രവർത്തനം നടത്തുന്നത്. അവിടുത്തെ ഒരു കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഇവർ CPM-ൽ നിന്ന് ഭിന്നസ്വരവുമായിട്ട് വേർപെട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ഈ നക്സൽ ബാരിയിലാണ് ഇവർ ആദ്യമായിട്ട് അധികാരം പിടിച്ച് സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിച്ചു എന്ന് അവകാശപ്പെടുന്നത്. അന്ന് ചൈനീസ് റേഡിയോ അനൗൺസ് ചെയ്തു, ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന്. അങ്ങനെ ചൈനീസ് റേഡിയോയുടെ ആ അനൗൺസ്മെൻറ്റാണ് ഈ നക്സലൈറ്റുകൾ പിന്തുടർന്ന് ഇവർ എഴുതുന്നത്. പണ്ടൊക്കെ തിരുവനന്തപുരത്തൊക്കെ വലിയ ചുവരെഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു, വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നക്സലൈറ്റുകളുടെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിലാകെ തന്നെ പല മേഖലകളിലും നക്സലൈറ്റുകൾ ശക്തി പ്രാപിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് അവർ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു, അവരുടെ സായുധ ശേഷിയൊക്കെ ഇല്ലാതായി. അങ്ങനെ ഈ പറയുന്ന വലിയ മൂവ്മെൻറ്റായിട്ട്, സായുധ മൂവ്മെൻറ്റായിട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലൊക്കെ തന്നെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണവും ഒക്കെ ഉണ്ടായത്. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. നക്സൽ വർഗീസിൻ്റെ കൊലപാതകം, വർഗീസ്, വിജയൻ തുടങ്ങിയ നക്സലൈറ്റുകളെയൊക്കെ പിന്നെ കൊന്നു എന്നുള്ള, അല്ലെങ്കിൽ പോലീസ് കൊന്നുകളഞ്ഞു എന്നുള്ള ആരോപണങ്ങൾ വരുന്നതും വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. രാജൻ വധക്കേസ്, ഇങ്ങനെ ഒന്നിൽ ഒരുപാട് നക്സൽ അജിതയൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. അപ്പോൾ ഈ പറയുന്ന അവരുടെയൊക്കെ നക്സൽ പ്രവർത്തനങ്ങളാണ്. പിന്നീട് അവരൊക്കെ ഈ പറയുന്ന നക്സലൈറ്റ് പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി, സായുധ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി സാധാരണ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ പിന്നീടും ഇത് തുടർന്നു. ഏതാണ്ട് 2002
2002 സമയത്ത് 2000-2002 അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവർ രൂപീകരിക്കുന്നു. ഈ പറയുന്ന മുമ്പ് 1967 CPI-ML ഉണ്ടായിരുന്ന പോലെ CPI-MLൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിളർന്ന് പല ഗ്രൂപ്പുകളായി. പല ഗ്രൂപ്പുകളെന്ന് പറഞ്ഞാൽ ഈ സായുധ സംഘങ്ങൾ, ആയുധം ഉപേക്ഷിച്ച ടീമുകളുണ്ട്. റെഡ് ഫ്ലാഗ്, റെഡ് സ്റ്റാർ തുടങ്ങിയ വിഭാഗങ്ങൾ, ലിബറേഷൻ എന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള പല വിങ്ങുകളും വന്നു. പിന്നെ അതുപോലെ തന്നെ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു PWG അങ്ങനെ ഒരു വിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ടാണ് 2000 മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന MCC എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒക്കെ ചേർന്നിട്ട് CPI മാവോയിസ്റ്റ് സ്ഥാപിക്കുന്നത്. CPI മാവോയിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാകുന്നു. അവർ സായുധമായിട്ട് ഇന്ത്യയിൽ സംഘടിച്ച് വലിയ രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതിനെയാണ് അമിത്ഷായും മോദിയും ഒക്കെ അധികാരത്തിൽ വന്നപ്പോൾ അതിനെതിരെയുള്ള ഓപ്പറേഷനുകൾ ആരംഭിച്ചത്. നമ്മൾ കോബ്ര എന്ന് പറയുന്ന ഒരു കമാൻഡോ വിങ് ഉണ്ട്. CIFSFും BSFും ITBPയും അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയ അല്ലെങ്കിൽ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷനുകൾ നടത്തുന്ന ഒരു കോബ്ര കമാൻഡോ വിങ്. ആ കോബ്ര കമാൻഡോ വിങ് ആക്രമണത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിലാണ് മാവോയിസ്റ്റുകളെ പലപ്പോഴും കീഴടക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവർ 2 ദിവസം മുമ്പ് നമ്മുടെ 3 സംസ്ഥാനത്തിൽ, അതായത് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. അതായത് ഞങ്ങൾക്ക് 3 മാസത്തെ വെടിനിർത്തൽ സമയം തരണം, കീഴടങ്ങാനുള്ള സമയം തരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത് വന്നത്. ആ കത്തിലൂടെ സർക്കാർ പ്രതികരിച്ചിട്ടൊന്നുമില്ല അതിനെ പറ്റിയിട്ട്. എന്തായാലും ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് മാവോയിസ്റ്റുകൾ അതൊരു കുതന്ത്രം ചെയ്തതാണ്, അവർ കീഴടങ്ങാനുള്ള ഉദ്ദേശമില്ല, അവസാനം വരെയും പോരാടാനായിട്ട് അവരുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അവരുടെ കേഡർമാർക്ക് എന്നുള്ളതാണ്. ഈ പറയുന്ന വനമേഖലകളിൽ തമ്പടിച്ച് ആദിവാസികളെ മറയാക്കിക്കൊണ്ടുള്ള സായുധ പ്രവർത്തനങ്ങൾ തുടരാനും സൈന്യത്തിനും നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സർക്കാരിനുമൊക്കെ എതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ ആയിട്ട് ഉള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. വലിയ തോതിൽ ഈ പറയുന്ന മാവോയിസ്റ്റ് പ്രവർത്തനം ഇന്ത്യയിൽ വ്യാപിച്ചപ്പോൾ ഈ പ്രദേശവാസികളായ സാധാരണക്കാർ തന്നെ ആയുധമെടുത്തുകൊണ്ട് സാൽവ ജുദൂം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ച് അവർ മാവോയിസ്റ്റുകൾക്കെതിരെ പോരാടാൻ തുടങ്ങി. പിന്നീട് കോടതിയുടെ ഇടപെടലിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങൾ ചെയ്യേണ്ട, അത് പോലീസ് ചെയ്തോളും, ഇല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗങ്ങൾ ചെയ്തോളും, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം സായുധ പോരാട്ടങ്ങളിലും ഇല്ലെങ്കിൽ ഈ സായുധ സംഘങ്ങളെ അടിച്ചമർത്താനും ഒക്കെ ആയിട്ട് സാധാരണക്കാർ ആയുധമെടുക്കുന്നത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞതോടുകൂടി സാൽവ ജുദൂമിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ശരി തന്നെ, ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്ന് വളരെ ചുരുങ്ങി ഈ പറയുന്ന ഛത്തീസ്ഗഡിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ഒക്കെ ചില പോക്കറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു. അവിടെയും ഈ പറയുന്ന സായുധ പോരാട്ടങ്ങളെ പൂർണ്ണമായും അമർച്ച ചെയ്യാനായിട്ട് 2026 മാർച്ച് വരെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിൽ അവർക്ക് കീഴടങ്ങാം, ഇല്ലെങ്കിൽ സൈനിക നടപടിയെ നേരിടുക, അർദ്ധസൈനികത്തിൻ്റെ നടപടി, പോലീസ് നടപടിയെ നേരിട്ടുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പോരാട്ടം ഇന്ത്യ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. ഈ ഇന്ത്യയുടെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ നിരന്തരമായ പോരാട്ടം നമ്മുടെ നാട്ടിൽ, ഏതൊരു നാട്ടിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും, ഓരോ നാട്ടിലും ഒരു അർദ്ധസൈനിക വിഭാഗത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും, ഒരു ജവാനെങ്കിലും കൊല്ലപ്പെട്ടിരിക്കും. എൻ്റെ നാട്ടിലുമുണ്ട്, എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ആൾ ഇതുപോലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം നേരിട്ട ഒരു വലിയ തീവ്രവാദ പ്രവർത്തനത്തിന് ഏതാണ്ട് അന്ത്യമാകുന്നു. അവർ ഈ പറയുന്ന നാടകങ്ങൾ കളിക്കുന്നുണ്ട്, ഞങ്ങൾ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നു, വെടിനിർത്തൽ വേണം. കേരളത്തിലടക്കം ഇതിൻ്റെ പ്രചാരണവും നടക്കുന്നുണ്ട്, ഈ പറയുന്ന അർദ്ധസൈനിക നടപടി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ത്യ അതൊന്നും അവസാനിപ്പിക്കില്ല. കാരണം ഇന്ത്യക്കകത്ത് ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തെയും ഇന്ത്യ വളർത്തില്ല, ഒരു തരത്തിലുള്ള സായുധ പോരാട്ടങ്ങൾക്കും അംഗീകാരം കൊടുക്കില്ല, അതിനെ വെച്ച് ഉറപ്പിക്കില്ല. കൃത്യവും ശക്തവുമായ നടപടി ഉണ്ടാകും. സാധാരണക്കാർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. എന്തായാലും മാവോയിസ്റ്റുകളുടെ കീഴടങ്ങൽ നാടകം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അവർ അന്തിമമായിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അമിത്ഷായുടെ പോലീസിന് ഇനിയിപ്പോൾ വേറൊന്നും നോക്കേണ്ടതില്ല, കൃത്യമായ നടപടി വരും, ചുവപ്പ് ഭീകരതയെ തുടച്ചു നീക്കും.